ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് അധികം ആരും കടന്നു വരാത്തൊരു തൊഴിൽ മേഖലയിൽ വിജയഗാഥ തീർക്കുകയാണ് അന്ന രാജു. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഓട്ടോ ഡ്രൈവറായ അന്ന 3 മാസത്തോളമായി എറണാകുളം ആലുവ ഭാഗങ്ങളിൽ ഓട്ടോ ഓടിക്കുന്നുണ്ട്. അതിജീവനത്തിനായി പൊരുതുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനിടയിൽ ആത്മവിശ്വാസത്തിന്റെ മറുപേരാവുകയാണ് ഇപ്പോൾ അന്ന. എൻ്റെ പേര് അന്ന രാജു എന്നാണ്. ഞാൻ കേരളത്തിൽ ആദ്യമായിട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ട്രാൻസ് വുമണാണ്. ട്രാൻസ് മെൻസ് കുറച്ചുണ്ട്, ആദ്യമായിട്ട് വന്നൊരു ട്രാൻസ് വുമണാണ്. ഞാൻ വീട് വിട്ട് പോന്ന് കുറേ കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞിങ്ങനെ നിന്ന് 2 സർജറിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ടൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നെ ഈ വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നു. പിന്നെ ലൈസൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എൻ്റെ ലൈസൻസ് പണ്ട് മെയിലായിട്ട് കിടന്നത്. പിന്നെ ഞാൻ ലീഗൽ സർവീസ് അതോറിറ്റിയിലെ സബ് ജഡ്ജി ഇടപെട്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് ഫീമെയിലായി കിട്ടി. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഓട്ടോ മേടിക്കണം എന്നൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെ ഓട്ടോ സ്വന്തമായിട്ട് മേടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ വന്നു. നമുക്ക് ഫിനാൻസ് ഇടണമെങ്കിൽ ഗ്യാരണ്ടർ, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു. ഇപ്പം നിലവിൽ കുഴപ്പമില്ല. പിന്നെ 3 മാസമായി അത്യാവശ്യം ഓട്ടങ്ങൾ. ചേച്ചിമാരൊക്കെയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും തന്നെ ഒരുവിധപ്പെട്ട ആളുകളെല്ലാം വണ്ടിയിൽ കയറുന്ന ആളുകൾ ഞാൻ ട്രാൻസ് വുമണാണെന്ന് മനസ്സിലായവരും മനസ്സിലാകാത്ത ആളുകളും നല്ല സപ്പോർട്ടാണ്. ഭയങ്കര സ്നേഹവും കരുതലും നല്ല കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് സാധാരണ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നൊരു തൊഴിലാണ്. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ചിലർക്ക് ട്രാൻസ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, ചിലർക്ക് മിണ്ടാൻ പേടിയാണ്, ചിലരോട് മിണ്ടാൻ പേടിയാണ്, അടുക്കാൻ പേടിയാണ്, അടുത്ത് താമസിക്കുമ്പോൾ ഒരു പ്രശ്നക്കാരാണോ എന്നൊക്കെയുള്ള ധാരണയുള്ള ആളുകളുണ്ട്. സമൂഹത്തിലെ എല്ലാ മനുഷ്യരെ പോലെ തന്നെയാണ് ഞങ്ങളും എന്ന് ഒന്നും കൂടി അവരിലേക്ക് ഇറങ്ങി ചെന്ന് അറിയിക്കാൻ പറ്റുന്നൊരു തൊഴിലാണ്. ഇനി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ തന്നെ ഈ തൊഴിലുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇതെനിക്ക് മറ്റൊരാൾ മേടിച്ച് തന്നേക്കുന്ന വണ്ടിയാണ്. അപ്പം നിലവിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി മേടിക്കണം, അത് കഴിഞ്ഞിട്ടൊരു കൊച്ചു വീട് മേടിക്കണം. ആ 2 ആഗ്രഹങ്ങളും വലിയൊരു ആഗ്രഹമായിട്ട് തന്നെ നിൽക്കുന്നു. എൻ്റെ കമ്മ്യൂണിറ്റിയോട് എനിക്ക് പറയാനുള്ളത്, ഇനിയും ട്രാൻസ് വുമൺസ് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർ, ഈ തൊഴിൽ ഇഷ്ടമുള്ളവർ ഈ തൊഴിലിലേക്ക് കടന്നു വരണം. എറണാകുളത്ത് എവിടെയെങ്കിലും നമ്മൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ട്രാൻസ് വുമൺസിൻ്റെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത് അവരോട്. പൊതുസമൂഹത്തിലെ എല്ലാവരോടും ഞങ്ങളെയും എല്ലാവരെ പോലെ ചേർത്ത് നിർത്തണം. ഞങ്ങൾക്കൊരു പ്രത്യേകതകളുമില്ല, നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ തന്നെയാണ്. എവിടെ ഓട്ടം പോകണമെങ്കിലും എങ്ങോട്ട് പോകണമെങ്കിലും ഞാൻ റെഡിയാണ്. എൻ്റെ ഓട്ടം വിളിക്കണം. ഒരുപാട് ആഗ്രഹങ്ങളും അതിലേറെ സ്വപ്നങ്ങളുമായാണ് അന്ന ഈ തൊഴിൽ മേഖലയിലേക്ക് എത്തിയത്. അന്നയ്ക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങളെയും ജീവിക്കാൻ അനുവദിക്കണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിത രാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.